ദിവസവും കുടിക്കുന്ന ചായയിൽ നിന്ന് പഞ്ചസാരയും പാലൊക്കെ ഒഴിവാക്കിയിട്ട് ആരോഗ്യം ഉണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും കുടിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ശരീരഭാരം കുറക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം കൂട്ടാനും ഗ്രീൻ ടീ കുടിച്ചാൽ നല്ലതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എപ്പോൾ എങ്ങനെ ഗ്രീൻ ടീ കുടിക്കണം എന്നറിയാതെ നിങ്ങളത് അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളാകെ കൺഫ്യൂസ്ഡ് ആണോ? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഗ്രീൻ ടീ എന്ന് പറയുന്നത് വെറും ഒരു പാനീയം അല്ല എന്നുള്ളതും ഗ്രീൻ ടീയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം, എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതും ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 9 കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കും. എന്താണ് ഗ്രീൻ ടീ? നമ്മുടെ സാധാരണ ചായയും ഗ്രീൻ ടീയും ഒരേ ചെടിയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഗ്രീൻ ടീ ഉണ്ടാക്കുമ്പോൾ തേയില വല്ലാതെ ചൂടാക്കുകയോ ഉണക്കുകയോ ചെയ്യുന്നില്ല. ഇതിനെ നോൺ ഫെർമെന്റഡ് ടീ എന്നാണ് പറയുക. ഇലകൾ പച്ചയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിലെ നല്ലതായിട്ടുള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി വാങ്ങി കഴിക്കുന്നതും അത് വല്ലാതെ വേവിച്ചിട്ട് കഴിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുപോലെയാണ് പച്ചക്കറി ഫ്രഷ് ആകുമ്പോൾ അതിനൊരു ജീവൻ ഉണ്ടാവും. ഇനി ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും സൂപ്പർ പവറുള്ള ഒരു സാധനം എന്താണെന്നറിയോ? അതാണ് കാറ്റക്കിൻ. നമ്മുടെ ശരീരത്തിൽ അഴുക്കുണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന വില്ലന്മാരെ അടിച്ച് പുറത്താക്കാൻ ഈ കാറ്റക്കിൻസിന് സാധിക്കും. നമ്മുടെ വീട്ടിലൊക്കെ അഴുക്ക് കൂടുമ്പോൾ നമ്മൾ ചൂലെടുത്ത് അടിച്ച് വാരിയിട്ട് ക്ലീൻ ചെയ്യില്ല. അതുപോലെ രക്തധമനികളിൽ അടിഞ്ഞു കൂടിയ അഴുക്ക് അടിച്ചു മാറ്റുന്ന ചൂലാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ രക്തധമനികളൊക്കെ പട്ടുപോലെ മൃദുലമായിട്ട് വരികയാണ്. ഇത് രക്തധമനികൾക്കകത്തെ ചീത്ത കൊളസ്ട്രോളിന്റെ ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷനെ തടയുന്നുണ്ട്. അതായത് രക്തധമനികൾക്കകത്ത് കൊഴുപ്പ് ഒരു തുരുമ്പായിട്ട് മാറാതിരിക്കാൻ സഹായിക്കുകയാണ്. ഒരു പൈപ്പിന്റെ ഉള്ളിൽ ചെളി അടിഞ്ഞു കൂടാതിരിക്കാൻ അതിലൂടെ നല്ല വെള്ളം ഒഴുക്കി വിടുന്ന പോലെയാണ്. ഇനി ഗ്രീൻ ടീ കുടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഒരു കാരണവശാലും അതിനകത്ത് പഞ്ചസാരയും പാലും ചേർക്കാൻ പാടില്ല. അതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കാൻ അത് കറുത്ത ചായ ആയിട്ട് തന്നെ ഉപയോഗിക്കണം. കാരണം പാലും പഞ്ചസാരയും ചേർത്താൽ അതിൽ ആന്റി ഓക്സിഡൻസിന്റെ വീര്യം കുറയും. രണ്ടാമതായിട്ട്, ദിവസം 2-3 കപ്പ് മാത്രം കുടിക്കാം. അമിതമായിട്ട് കുടിക്കുന്ന ശരീരത്തിന് ദോഷം ചെയ്യും. കാരണം ഗ്രീൻ ടീക്കകത്ത് കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് അമിതമായാലും ഹൃദയമിടിപ്പിനും നല്ലതല്ല, ഉറക്കത്തിനും നല്ലതല്ല. മൂന്നാമതായിട്ട്, ഭക്ഷണം കഴിച്ച ഉടനെ ഇത് കഴിക്കരുത്. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷമോ മാത്രമേ കഴിക്കാം. കാരണം ഗ്രീൻ ടീയിലുള്ള ടാനിൻ എന്ന് പറയുന്നത് ഭക്ഷണത്തിലെ ഇരുമ്പ് സത്ത് ആഗിരണം ചെയ്യുന്നതിനെ തടയുന്നുണ്ട്. നാലാമതായിട്ട്, തിളച്ച വെള്ളത്തിൽ ഗ്രീൻ ടീയുടെ ഇലകൾ ഇടരുത്. വെള്ളം തിളച്ച ശേഷം ഒന്ന് ചെറുതായിട്ട് തണുപ്പിച്ചൊരു 80 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ മാത്രം ഇടുക. ഇതിന് കാരണം തിളച്ച വെള്ളം ഗ്രീൻ ടീയിലെ ഗുണകരമായിട്ടുള്ള പല ഘടകങ്ങളെയും നശിപ്പിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട്, രാത്രി വളരെ വൈകിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് ഒഴിവാക്കണം. ഉറങ്ങാൻ പോകുന്നതിന് ഒരു 4-5 മണിക്കൂർ മുമ്പ് തന്നെ ഗ്രീൻ ടീ കുടിക്കുന്നത് നിർത്തണം. കാരണം ഇതിലെ കഫീൻ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. ആറാമതായിട്ട്, ഗ്രീൻ ടീക്കകത്ത് കുറച്ച് നാരങ്ങാനീര് ചേർക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു തുള്ളി നാരങ്ങാനീര് ഇതിനകത്തെ ആന്റി ഓക്സിഡന്റുകളെ ശരീരം പെട്ടെന്ന് സ്വീകരിക്കാൻ സഹായിക്കും. അതായത് വൈറ്റമിൻ സി, കാറ്റക്കിനുകളുടെ ഗുണം വർദ്ധിപ്പിക്കുന്നു. ഏഴാമതായിട്ട്, ഗ്രീൻ ടീ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്യൽ നിർബന്ധമാണ്. ഗ്രീൻ ടീയുടെ ടീ ബാഗ് വാങ്ങുന്നതിലും നല്ലത് ഗ്രീൻ ടീ ഇലകൾ വാങ്ങുന്നതാണ്. എട്ടാമതായിട്ട്, നമ്മൾ കാലിവയറ്റിൽ ഗ്രീൻ ടീ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് അത് അസിഡിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട്, ഓക്കാനും അനുഭവപ്പെടാനും കാരണമായേക്കാം. ഒമ്പതാമതായിട്ട്, ഗർഭിണികളും കുട്ടികളും ഗ്രീൻ ടീ അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പത്താമതായിട്ട്, ചില മരുന്നുകൾ കഴിക്കുന്നവർ ഡോക്ടറോട് ചോദിക്കാതെ ഗ്രീൻ ടീ ഉപയോഗിക്കരുത്. ചില ഹാർട്ടിന്റെ മരുന്നുകൾ, ബിപിയുടെ മരുന്നുകൾ, ഇതെല്ലാം ഗ്രീൻ ടീ കഴിക്കുമ്പോൾ മരുന്നിന്റെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. ഇനി ഗ്രീൻ ടീ കഴിക്കുന്നവർ അമിതമായിട്ട് പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത്, ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് മാത്രം തടി കുറയുമെന്ന് പ്രതീക്ഷിക്കരുത്. വ്യായാമവും ഡയറ്റും ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തത്, ഇത് രോഗങ്ങൾക്കുള്ള ഒരു മരുന്നല്ല, മറിച്ച് ഗ്രീൻ ടീ ഒരു ആരോഗ്യപരമായ ഒരു പാനീയം മാത്രമാണ്. അസുഖങ്ങൾ മാറണമെങ്കിൽ കൃത്യമായ ചികിത്സ തന്നെ വേണം. മൂന്നാമതായിട്ട്, ഗ്രീൻ ടീ ഇന്ന് കുടിച്ചാൽ നാളത്തേക്ക് മെച്ചം വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ദീർഘകാലം സ്ഥിരമായിട്ട് ഗ്രീൻ ടീ പതിവാക്കിയാൽ മാത്രമേ ഇതിന്റെ ഗുണം ലഭിച്ചു തുടങ്ങുള്ളൂ.